ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചിലതൊക്കെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ദോശമാവാണ്. ദോശമാവ് നമ്മൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ അരച്ച് വെക്കില്ലേ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചില ദിവസം എടുക്കുമ്പോൾ ദോശയ്ക്ക് പുളിപ്പ് കൂടുതൽ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പം തന്നെ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ അരച്ചിട്ട് ചുട്ട ആ അതേ ടേസ്റ്റ് തന്നെ വരും കേട്ടോ ദോശയ്ക്ക്. അതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബേക്കറി സാധനങ്ങളൊക്കെ കുറച്ച് ബാക്കി വരില്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ ടൈറ്റായിട്ട് അടച്ച് വെക്കാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇതിൽ ഇപ്പം മുന്നേ ഇട്ട് വെച്ചതാണെങ്കിലും ഫ്രഷ് ആയിട്ട് ഇട്ട് വെക്കുന്നതാണെങ്കിലും നമുക്കിതിലേക്ക് കുറച്ച് അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. ഇതുപോലെ നന്നായിട്ട് അടച്ചിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ കറിവേപ്പിലൊക്കെ നമുക്ക് കുറച്ചായിട്ടൊന്നും വാങ്ങിക്കാൻ കിട്ടില്ലല്ലേ. ഇപ്പം ഇതുപോലെ ഒരു ബണ്ടിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ നമുക്കിതുപോലെ സൂക്ഷിച്ച് വെക്കണം. ഇതുപോലെ ആ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കറിവേപ്പില വന്നിട്ട് പിന്നെ കഴുകുകയൊന്നും ചെയ്യരുത്. ഇതിൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ ചില പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരു ഗ്ലാസിൻ്റെ ഡബ്ബയിൽ ഇടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ ഡബ്ബകളിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസത്തോളമൊക്കെ ഇത് നല്ല ഫ്രഷായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ കവറിൽ വെച്ചിരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ അതിലിങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് പൂപ്പൽ പോലെയൊക്കെ വരില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മല്ലിയിലയും നമുക്ക് കുറച്ചായിട്ടൊന്നും കിട്ടില്ല. പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്തായിരിക്കും നമ്മളിത് വാങ്ങിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ചീത്തയായിട്ട് പിന്നെ കളയേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ രസം വെക്കാനും പിന്നെ എന്തിനെങ്കിലും കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുമാതിരി വാടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ മല്ലിയില ഇതുപോലെ തന്നെ ചീത്തയായിട്ടുള്ളതൊക്കെ ഇലകളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതും കുറച്ച് കാലം ഇരുന്നോളും ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇലയൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ സ്പൂണൊക്കെ ഉണ്ടല്ലോ, മരത്തിൻ്റെ ഈ തവിയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ നമ്മൾ റാക്കിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഇതുപോലെ പൂപ്പൽ പോലെയൊക്കെ വരില്ലേ. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആയിരിക്കും ഇതുപോലെ വരുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ സ്പൂണൊക്കെ മുങ്ങാൻ പാകത്തിലുള്ള കുറച്ച് വലിയ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തിളച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു മുങ്ങാൻ വേണ്ടിയിട്ട് പാകത്തിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരു ഇതിനാവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എല്ലാ സ്പൂണും ഇട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല വൃത്തിയിൽ ഇത് കഴുകിയെടുക്കണം. ഈ വിനാഗിരിയൊക്കെ ഇടുന്ന സമയത്ത് ഈ പൂപ്പലൊക്കെ പോയിട്ട് നല്ല പുതിയ തവി പോലെ കിട്ടും കേട്ടോ നമുക്ക്. ഈ മരത്തിൻ്റെ ഒക്കെ നമ്മൾ ചോറൊക്കെ വിളമ്പാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വയ്ക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇതുപോലെ നിന്നോളും. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. പിന്നെ ബിസ്ക്കറ്റും നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പദം പിടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവില്ലേ ബിസ്ക്കറ്റ്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ വാങ്ങിച്ച ഉടനെ തന്നെ ഇതുപോലൊരു ഡബ്ബയിലിട്ടിട്ട് കുറച്ച് അരിയും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലൊക്കെ ചായയുടെ കൂടെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന അടുക്കള ടിപ്സൊക്കെ എൻ്റെ അടുത്തും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.